വേമ്പനാട്ട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റിൽ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി ആലപ്പുഴ നഗരസഭ നടത്തിവരുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം പുന്നമടയിൽ സ്ഥാപിച്ചത്. പുന്നമടയിലെ ഹൗസ് ബോട്ടിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മാലിന്യം വലിച്ചെറിയരുത് എന്ന 4 ഭാഷകളിലായുള്ള സന്ദേശമാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിലൂടെ നൽകുന്നത്. പുലിക്കാട്ടിൽ മുതൽ പവലിയൻ ഉൾപ്പെടെ 13 പോളുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യ ബോധവൽക്കരണ സന്ദേശത്തിന് പുറമെ പൊതു അറിയിപ്പുകളും ദുരന്ത നിവാരണ മുന്നറിയിപ്പുകളും പ്രമുഖരുടെ സന്ദേശങ്ങളും വിനോദസഞ്ചാരികളിലേക്ക് എത്തും. ഫിനിഷിംഗ് പോയിന്റ് DTPC ഓഫീസിൽ പ്രവർത്തിക്കുന്ന അഡ്രസ്സിംഗ് സിസ്റ്റം നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു നഗരസഭ ഇത്തരത്തില് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്ന ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ മാത്രമാണ് നമുക്കറിയാൻ പറ്റുന്നത്. എന്നാൽ ആലപ്പുഴ നഗരസഭ വേമ്പനാട് കായലിനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മൾ പ്രോഗ്രാം എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ പദ്ധതിയായി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ പേര് കേട്ടു നിൽക്കുന്ന ഒന്നായി നമ്മുടെ ആലപ്പുഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതിലെ ഏറ്റവും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒന്നായി നമ്മുടെ പുന്നമട ബോട്ട് റേസ് അടക്കം, നെഹ്റു ട്രോഫി ബോട്ട് റേസ് അടക്കം മാറി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഫിനിഷിംഗ് പോയിന്റ് പ്രദേശം. വേമ്പനാട് കായൽ എന്ന് പറയുന്നത് ഒരു ആലപ്പുഴ നഗരസഭയുടെ ചുറ്റുവട്ടത്ത് മാത്രമുള്ളതല്ല. പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് വേമ്പനാട് കായലിന്റെ ഓരോ ശാഖകളും. അതിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ പേരും പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനം നമുക്കറിയാം. മാലിന്യം വലിച്ചെറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി, വേമ്പനാട് കായലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാളെ ഏറെ ബഹുമാന്യായ സജി ചെറിയാൻ മിനിസ്റ്റർ തന്നെ ഇവിടെ 7 മണിക്ക് എത്തിച്ചേരുകയാണ്. നമ്മുടെ തൊഴിലാളികളടക്കം ഈ പ്രദേശങ്ങളിലെ ആളുകൾ വള്ളത്തില് അവരുടെ വലയും ഒക്കെയായി ബന്ധപ്പെട്ട് വന്നിട്ട് ഈ കായലിൽ നിന്ന് പ്ലാസ്റ്റിക് ശേഖരിച്ച് ആ പ്ലാസ്റ്റിക് കരക്കെത്തിക്കുന്നതിന് വേണ്ടി, എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്? അത് ചെയ്യുന്നത് മത്സ്യസമ്പത്ത് കൂടുതലായി ഉണ്ടാകുക, കക്ക കൂടുതലായി ഉണ്ടാകുക.